നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലെത്തിയതോടെ ശബരിമല തീർത്ഥാടനം സുഗമമായി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിലയ്ക്കലിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നത് കുറച്ചതോടെയാണ് ദർശന സൗകര്യം മെച്ചപ്പെട്ടത്. സന്നിധാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ അംഗങ്ങൾ ഇന്ന് വൈകിട്ടതോടെ സന്നിധാനത്തെത്തും. പുലർച്ചെ നട തുറന്നപ്പോൾ വലിയ തിരക്കിലായിരുന്നുവെങ്കിലും പിന്നീട് ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും നീണ്ട നിര രൂപപ്പെട്ടു. എന്നാൽ ഒരാൾക്ക് പോലും കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. കല്ലും മുള്ളും താണ്ടിയുള്ള തീർത്ഥാടനത്തിനൊടുവിൽ പുണ്യദർശനം. നമ്മൾ പമ്പേന്ന് ഒരു 2:30-3 മണിക്കകത്ത് കയറിയായിരുന്നു. ഇന്ന് വളരെ നല്ല ഒരു തിരക്കില്ലാതെ വളരെ നല്ല രീതിയിൽ ഇങ്ങ് വരാൻ പറ്റി. നടപ്പന്തലിലും വലിയ ക്യൂ ആയിട്ടില്ലായിരുന്നു. പിന്നെ ഫ്ലൈ ഓവറുള്ള ഈ ഒരു ക്യൂ മാത്രമേ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സുഖമായ ദർശനമാണ്. സുഖം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചതോടെ നിലയ്ക്കലിൽ നിന്നും കയറ്റിവിടുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായി. ഇന്നലെ 87,694 പേരാണ് മല കയറിയത്. ഇതിൽ 33,892 പേരും മറ്റൊരു ദിവസം ഓൺലൈനായി ബുക്ക് ചെയ്ത ശേഷം നേരത്തെ എത്തിയതാണ്. 4,780 സ്വാമിമാർക്കാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനത്തിന് അനുമതി നൽകിയത്. 70,000 പേർ ഓൺലൈനായി ബുക്ക് ചെയ്തെങ്കിലും 44,350 പേർ മാത്രമാണ് ദർശനം നടത്തിയത്. 1,252 പേർ പുല്ലുമേട് വഴിയാണ് സന്നിധാനത്തേക്ക് എത്തിയത്. നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതോടെ ദർശനത്തിനായി എത്തുന്നവരുടെ തിരക്ക് ഗണ്യമായി കുറയും. നിർബന്ധമായ ഇടപെടലുകൾ നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നാളെ സന്നിധാനത്ത് അവലോകന യോഗം ചേരും. തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള തുടർ നടപടികളിൽ യോഗം തീരുമാനമെടുക്കും. മലയാളികളാണ് ഇന്ന് കൂടുതലായി എത്തിയത്. വരും ദിവസങ്ങളിലും കേരളത്തിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, സന്നിധാനം.